നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മമ്പുറത്ത് അർദ്ധരാത്രി വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മമ്പുറം മക്കാമിന് മുൻവശം മണമ്മൽ വീട്ടിൽ ITPDAക്കൽ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിൽ നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടറിനാണ് തീ പിടിച്ചത്. ഇന്നലെ രാത്രി 12:30യോടെയാണ് സംഭവം. രാത്രി ബന്ധുവീട്ടിൽ പോയ ശേഷം പള്ളിയിൽ പോയി രാത്രി 10 മണിയോടെയാണ് വീടിന് സമീപം ലത്തീഫ് കിടന്നുറങ്ങുന്ന മുറിയോട് ചേർന്നുള്ള ചെറിയ പോർച്ചിൽ സ്കൂട്ടർ നിർത്തിയിട്ടത്. പിന്നാലെ രാത്രി ജനാലയുടെ ഭാഗത്ത് വെളിച്ചം കണ്ടാണ് ലത്തീഫ് 12:30യോടെ എണീറ്റത്. ആരെങ്കിലും വന്നതാണെന്ന് കരുതി ജനൽവാതിൽ തുറന്നപ്പോഴാണ് സ്കൂട്ടർ കത്തുന്നത് കണ്ടത്. പിന്നാലെ ഉടനെ മുറിയിൽ നിന്നും പുറത്തു കടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ സമീപത്തുള്ളവരെ വിളിച്ചുകൂട്ടി സ്കൂട്ടർ മറിച്ചിട്ടു. അപ്പോഴേക്കും തീ മുറിക്കുള്ളിലേക്കും പടർന്നിരുന്നു. സ്കൂട്ടർ നിർത്തിയതിന് ചേർന്നുള്ള ലത്തീഫിൻ്റെ മുറിയുടെ ജനൽപ്പാളികൾ കത്തി, ചില്ലുകൾ പൊട്ടി, AC-യും കത്തി നശിച്ചു. കൂടാതെ ബൾബും പൊട്ടി, കർട്ടനും കത്തി നശിച്ചു. മുറിയുടെ മുകൾ ഭാഗം പൂർണ്ണമായും കരി പിടിച്ചു. കൂടാതെ ഫാനും നശിച്ചു. വലിയ നഷ്ടം തന്നെ ലത്തീഫിനുണ്ടായി. 2 വർഷമായി ലത്തീഫ് ഉപയോഗിക്കുന്ന വാഹനമാണിത്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കമ്പനി ബന്ധപ്പെടുകയും ഉണ്ടായ നാശനഷ്ടമെല്ലാം നികത്തിത്തരാമെന്നും പുതിയ വാഹനം നൽകാമെന്നും ഉറപ്പ് നൽകിയതായി ലത്തീഫ് പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു 10 മണിൻ്റെ ശേഷമാണ് വണ്ടി ഇവിടെ കൊടുത്ത് നിർത്തിയിട്ട് പോയത്. നിർത്തിയതിന് ശേഷം ഉറങ്ങാൻ പോയി. ഒരു 12 മണി 12:30 ആയപ്പോൾ ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ട് ഒരു വണ്ടി വരുന്ന മാതിരി ലൈറ്റ് ഇങ്ങനെ തോന്നി ജനലിൽ കൂടെ. അപ്പോഴാണ് ഞാൻ ജനല തുറന്ന് നോക്കിയപാട് വണ്ടി ഈ സ്കൂട്ടർ കത്തുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ ഇറങ്ങി, കുട്ടികളും വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പുറത്തിറക്കി. ഞാൻ ഓസ് എടുത്തിട്ട് പൈപ്പിട്ട് ഓസ് എടുത്തിട്ട് വെള്ളമടിച്ച് അങ്ങനെയാണ് അത് കെടുത്തിയത്. 1 മണി 1:30 ആയപ്പോൾ ഞങ്ങൾ കെടുത്തു കഴിഞ്ഞു. ഒരു കമ്പ് എടുത്തിട്ട് വണ്ടിയുടെ മറിച്ചിട്ടതിൻ്റെ ശേഷം ജനാലക്ക് ഒന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനാല ഒന്നായിട്ട് തീ പിടിച്ചപ്പോൾ ഒന്നായിട്ട് കത്തിയതാണ് ചെയ്തത്. വേറെ കുഴപ്പമൊന്നും 2 വർഷമായിട്ട് ഞാൻ വണ്ടി ഉപയോഗിക്കുകയാണ്. വണ്ടിക്ക് കുഴപ്പമൊന്നും ഇതുവരെ എൻ്റെ അടുത്തുണ്ടായിട്ടില്ല. നല്ല കണ്ടീഷനൊക്കെ ഉള്ള വണ്ടിയായിരുന്നു. എന്താണ് കാരണം എന്നറിയില്ല, സംഭവിച്ചു. വീട്ടിൻ്റെ ഉള്ളിൽ AC, ലൈറ്റുകൾ, ഫാന് ഒക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. വീടൊന്നായിട്ട് ഫുള്ളായിട്ട് പുക നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്വാസം കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ജനൽവാളികളൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. ജനലൊക്കെ കത്തി, രണ്ട് ജനാലിൻ്റെ ഒന്നായിട്ട് കത്തിപ്പോയിട്ടുണ്ട്. ഉള്ളിലൊക്കെ ജനാൽ കട്ടിലും ജനാലിൻ്റെ പൊളിയെല്ലാം കത്തിക്കണം. ഒക്കെ തീ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പാളമായിരുന്നു. കമ്പനി പറഞ്ഞ് ഞങ്ങൾ വീടിനുള്ള ബുദ്ധിമുട്ടുകൾ, വീടിനുള്ള കേടുകളൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം, പുതിയ വണ്ടി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഓല് പോയിക്കുന്നത്. വണ്ടി കൊണ്ടുപോയി ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെങ്കിലും കമ്പനി നഷ്ടങ്ങളെല്ലാം നികത്തിത്തരാം എന്ന് പറഞ്ഞതിൻ്റെ ഉറപ്പിൻ്റെ വിശ്വാസത്തിലാണ് ലത്തീഫ് ഇപ്പോൾ. ആർക്കും തന്നെ അത്യാഹിതം സംഭവിക്കാതിരുന്നത് തന്നെ വലിയ ഭാഗ്യമായാണ് ലത്തീഫ് കാണുന്നത്. പുറത്ത് വെളിച്ചം കണ്ട് എണീറ്റതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.